വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവളെന്നെ തേച്ചിട്ട് പോകാനേട്ടാ. ഇവളിപ്പോൾ വരാവേ ഇവിടെ നിന്ന് വേട്ടാന്ന് പറഞ്ഞിട്ട് ഇവള് കാസർഗോഡ് മുങ്ങിയനെ. വിളിച്ചോടാനോ വേറൊരു പരിപാടിക്കോ ഞാനില്ല. അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം ഞാൻ ഓക്കെയാണ്. ഇവര് അവിടെ ഉള്ളവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ചിന്നുവിനെ ഞാൻ വളച്ചതിൽ ഒരു കാരണം ഫുഡ് തന്നെയാണ്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വളച്ചത് ചിന്നുവിനെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും ഞാനാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ പറഞ്ഞ പോലെ ചിന്നുവാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും എന്തൊരമ്മ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ പ്രശ്നം, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ നിങ്ങൾ. അപ്പോൾ ഉടനെ അമ്മ അവിടെ നിന്ന് പറയും, നീ എന്തൊരു എപ്പം നോക്കിയാലും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, എന്താടാ നീ അവിടെ ചെയ്യണം. ഇത് തന്നെയാണ് ഞാൻ ചിന്നോട് പറയും, ചിന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നീ ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. ഞാൻ വീട്ടിലിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ വന്നപ്പോൾ നീ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ നിൻ്റെ അടുത്ത് വളരെ ഇപ്പം അങ്ങ് യൂസ്ഡായി ഇങ്ങനെ സംസാരിച്ച് ചിന്നൂനും ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമാണ് ചേട്ടൻ്റെ സൗണ്ട്, ചേട്ടൻ പറയുന്ന രീതി എന്ത് രസമാണ്. എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, നമ്മളറിയത്തില്ല. പണ്ട് ഈ കാമുകിമാർ ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് രാത്രി എൻ്റെ സൗണ്ട് നല്ല രസമാണെന്ന് ചിന്നു ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ല പുറത്തങ്ങനെ ആരും പറഞ്ഞ് എനിക്കറിയത്തില്ല. സത്യമാണ്. Every wedding unforgettable. Joya Lucas, world's favorite jeweler. ഒരു ഇളം നീല നിറത്തിലുള്ളൊരു ഇൻലൻഡ് കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഗൃഹാതുരത്വം ഉണ്ടല്ലോ, അതാണ് ഈ മനുഷ്യൻ്റെ കഥ പറച്ചിലൂടെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. രാഹുൽ രാമചന്ദ്രനാണ് ചേരുന്നത് ക്ലോസ് ആൻഡ് പേഴ്സണൽ പോഡ്കാസ്റ്റ് സീരീസിൽ അതിഥിയായി. നമസ്കാരം. 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 നമുക്ക് പല രീതിയിൽ രാഹുൽ എന്നുള്ള മനുഷ്യനെ അറിയാം. ഡയറക്ടറായിട്ട് അറിയാം, ശ്രീവിദ്യയുടെ പാർട്ട്ണറായിട്ട് ഒരുപാട് പേർക്ക് അറിയാം. അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് അതായിരിക്കും. അതെ, ഇതിനപ്പുറത്ത് ഇത്രയും സൂത്തിങ്ങായിട്ട് സംസാരിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലറായിട്ട് അധികം ആളുകൾക്ക് അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല. ഇതെങ്ങനെയാ ഇത് കണ്ടുപിടിച്ചത്? ഡിസ്കവറിങ് എവിടെ നിന്നാണ്? ഭയങ്കര രസം അത്. സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അറിയാം, വിഷ്ണു നന്നായിട്ട് അറിയാം. വിഷ്ണുവിനെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സിനിമ എന്തായെന്ന് ചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ 251ാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി അതിൻ്റെ പുറകെ പല പല കാരണങ്ങളാൽ ഇങ്ങനെ എല്ലാം ആയി തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടു പോകുന്നതും പിന്നെ കല്യാണം കഴിഞ്ഞു സെപ്റ്റംബറിൽ. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 1 വർഷമാകുന്നു. സെപ്റ്റംബറിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഒന്നും അങ്ങോട്ട് അനങ്ങുന്നില്ല. ജീവിതത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അത് രാവിലെ എണീക്കുന്നു, ഈ സിനിമയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കാണാൻ പോകുന്നു, ആൾക്കാരോട് സംസാരിക്കുന്നതല്ലാതെ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഭയങ്കര തോന്നൽ. ലൈഫ് അപ്ഡേറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ബേസിക്കലി ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ ശ്രീവിദ്യയുടെ ഹസ്ബൻഡാണ്. അപ്പം പലരും വെളിയിലിറങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും സുരേഷ് ഗോപി സാറിൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ കണ്ട ആൾക്കാരോട് തന്നെ വീണ്ടും പറയേണ്ട അവസ്ഥ വരും. അതായത് 2 വർഷം മുന്നേ കണ്ടപ്പം ചോദിച്ച അതേ ആളിനെ പിന്നെ ഒരിക്കൽ കാണുമ്പോഴും അയാൾ ചോദിക്കും എന്തായി. അപ്പോൾ ഞാൻ പറയുകയാണ് സുരേഷ് ഗോപി പടമുണ്ട്, പക്ഷെ എന്നാണ് ഏതാണെന്നൊന്നും അറിയാതെ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയുക ഒറ്റപ്പെട്ട് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, ചിന്നു ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, എന്തായാലും വിഷ്ണുവിന് അറിയായിരിക്കും, സാന്തനു സുരേഷ് എന്നാണ് പേര്, വഴിയരികിൽ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നത് ഇത് കേട്ടിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എല്ലാ ദിവസവും. മിക്ക ദിവസങ്ങളിലും ഭയങ്കര പീസ്ഫുള്ളാണ്. ഇത് കണ്ടിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും, നല്ല സ്വപ്നം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ദിവസം സാന്തനു ചേട്ടന് മെസ്സേജ് അയച്ചു, സാന്തനു ചേട്ടാ നല്ല രസമാണ് നിങ്ങളുടെ പരിപാടിയൊക്കെ, എനിക്ക് ഇതേപോലെ ഒരു പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക്, പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊന്നും അറിയത്തില്ല. കാരണം പുള്ളി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, എനിക്കങ്ങനെ ട്രാവലും ഇല്ല, വളരെ കുറച്ചാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കല്യാണത്തിന് ശേഷം എൻ്റെ ട്രാവൽ കൂടിയിട്ടുണ്ട്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്ന് പറയുന്നത് അതെ ചെറിയൊരു ട്രാവൽ അല്ല, എല്ലാവർക്കും കിട്ടുന്ന ട്രാവലും അല്ല. വർഷത്തിലൊക്കെ ഒരിക്കലായിരിക്കും ബാക്കിയുള്ളവർ പോകുന്നത്. പക്ഷെ എനിക്കിത് എല്ലാ ആഴ്ചയിലും ഉണ്ട്, ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സാന്ത്വചേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ സാന്ത്വചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോ രാവിലെ, ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാന്ത്വചേട്ടൻ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ ചിന്നോട് പറഞ്ഞു, ചിന്നു അപ്പം സെക്കൻഡ് ഹണിമൂൺ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ബാലിയിലോട്ട്. അപ്പോൾ ഞാൻ ചിന്നോട് പറഞ്ഞു, ചിന്നു ബാലി ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ പോവുകയാണ്, ഞാൻ നൈസായിട്ട് ഇതേപോലെ ഒരു പരിപാടി സാന്ത്വന ചേട്ടനെ പോലെയല്ല പക്ഷേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ബാലി പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഫുൾ ഐറ്റിനറി കിട്ടി, ഞാൻ ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന ഷോർട്സ് എടുക്കണം, എല്ലാ റെഫറൻസും ഒക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോഴത്തേക്കാണ് ചിന്നു പറയുന്നത് തെയ്യം കാണാൻ, കാസർഗോഡ് തെയ്യം കാണാൻ പോകുന്ന ടൈമായി. അപ്പോൾ ഞാൻ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പ്രേമിക്കുന്ന സമയത്ത് മൊത്തം ചിന്നു ഒരുപാട് പറഞ്ഞിട്ടുള്ളത് ഈ കാസർഗോഡിലെ തെയ്യം കഥകളാണ്. ഭയങ്കര നമ്മൾ ഈ തിരുവനന്തപുരം തെക്കന്മാർക്ക് ഇതിനെപ്പറ്റി ഒരു ബന്ധവുമില്ല, ഒരു അറിവുമില്ല, ഇതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. വിഷ്ണുവിന് അറിയാമോ? നമുക്ക് എന്താണ് ഇതെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വീഡിയോസിൽ ഉഗ്രൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിന്നു ഇത് കാണാൻ പോകാമെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആകുന്നു. ഞാൻ പറയുന്നത് ശരിയെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ചിന്നു നമുക്കൊരു ട്രയൽ, ഞാൻ ഈ ബാലിയുടെ ഒരു ട്രയൽ നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ചെയ്തു നോക്കാൻ പോവുകയാണ്, ഇത് അപ്ലോഡ് ചെയ്യത്തൊന്നുമില്ല, നമുക്ക് ചുമ്മാ എഡിറ്റ് ചെയ്ത് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഞാൻ ഷൂട്ട് ചെയ്യാണ്. ഈ സാധനം ഞാൻ കാസർഗോഡ്, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള യാത്ര മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, തെയ്യം ഒന്നും കാണിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി
ചിന്നുവിൻ്റെ വീട്ടിലിരുന്ന് തന്നെ രാത്രി വെറുതെ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കി. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ മൊബൈലിൽ ചെറുതായിട്ട് വോയിസ് ഓവർ കൊടുത്തു നോക്കി. വോയിസ് ഓവർ കൊടുത്തു നോക്കി വൈകുന്നേരം ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ റീൽ അപ്ലോഡ് ചെയ്യുന്നത്. വൈകുന്നേരം എനിക്കൊന്നൊരു 4 സ്വന്തം റീൽ, അതെ എൻ്റെ വോയിസിൽ ഒരു റീൽ, അല്ലെങ്കിൽ മറ്റേ റൊമാൻസ് ആണ് മൊത്തം. ഞാൻ ചിന്നും കൂടെ നടന്നു വരുന്നു, ചരിഞ്ഞു നിൽക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാനിത് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നു. ഒരു 8 മണിക്കകത്ത് ഇത് 1 മില്യൺ വ്യൂസ് ആവുകയാണ്. 1 മില്യൺ വ്യൂസും എനിക്കിങ്ങനെ ഓരോ സ്ക്രോളിലും ഈ ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ 100 ആണല്ലോ ഇപ്പോൾ മാക്സിമം കാണിക്കുന്നത്, ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലസ് ഇഷ്ടം പോലെ മെസ്സേജ് വരും, ചേട്ടാ എന്ത് രസമാണ് ചേട്ടൻ്റെ സൗണ്ട്, ചേട്ടൻ പറയുന്ന രീതി എന്ത് രസമാണ്, നിനക്ക് വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കറിയാം നീ ചോദിക്കുമെന്ന്, ഇവിടെ തെളിവ് കാണിക്കണം, അതുകൊണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഞെട്ടലാണ് സത്യം പറയാം. കാരണം എൻ്റെ സൗണ്ട് നല്ലതാണെന്ന് എനിക്കറിയത്തില്ലല്ലോ, നമ്മളറിയുന്നില്ലല്ലോ നമ്മുടെ സൗണ്ട്. പണ്ട് ഈ കാമുകിമാർ ഫോണിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട് രാത്രി എൻ്റെ സൗണ്ട് നല്ല രസമാണെന്ന്, ചിന്ന ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ല പുറത്തങ്ങനെ ആരും പറഞ്ഞ് എനിക്കറിയത്തില്ല, സത്യമാണ്. അപ്പം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ ഇത് സംഭവം ശരിയാണ്, രസമുള്ള പരിപാടിയാണല്ലോ. അപ്പം നെക്സ്റ്റ് ഡേ തെയ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തെയ്യം ഷൂട്ട് ചെയ്തു. ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നു, അതേ റെസ്പോൺസ്. 3-ാമത്തെ ദിവസം തെയ്യം കാണുന്നു, വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, അതേ റെസ്പോൺസ്. എനിക്കെന്താണെന്ന് പറഞ്ഞാൽ ഒരു പടമൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിക്കത്തില്ലേ, ഏതൊരു 100 ദിവസം അടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് വരുന്ന മെസ്സേജസും ഭയങ്കരമായിട്ട് എനിക്ക് ആ സാധനവും കിട്ടി. അപ്പോൾ ഇപ്പോൾ എല്ലാ 2 ദിവസം കൂടുമ്പോഴും എൻ്റെ പടം ബ്ലോക്ക് ബസ്റ്ററാണ്. പടം ചെയ്തില്ലെങ്കിൽ പോലും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു വൺ ലൈനിൽ പറഞ്ഞാൽ സിനിമ ഡിലേ ആവുന്നതിൻ്റെ ഡിപ്രഷനിലും വിഷമത്തിലും ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവമായിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന ഒരു സാധനമാണിത്. അല്ല എൻ്റെ ഒന്നുമല്ല, ഞാൻ വളരെ വെറുതെ ചെയ്തു നോക്കിയൊരു സാധനം ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തുന്നതും അതേസമയം ഞാൻ കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. ഞാൻ ഒരുപാട് മെസ്സേജ് വരും, ചേട്ടാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് ഒരു ചായ കുടിച്ച് ചേട്ടൻ്റെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കിട്ടുന്നൊരു മനസ്സമാധാനം ഭയങ്കരമാണ്. ഇതൊന്നുമല്ല, ഒരുപാട് മെസ്സേജ് വരും. ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്തും വന്നു, വിഷ്ണുവിനെ അറിയാമെന്നുള്ള ഒരാളും എനിക്ക് മെസ്സേജ്, അത് ഇപ്പം വിഷ്ണു പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് മെസ്സേജ് വരും. വിഷ്ണു ഭയങ്കര രസകരമായിട്ടുള്ള ഏറ്റവും രസമുള്ളൊരു മെസ്സേജ് ഞാൻ പറയട്ടെ, മെനഞ്ഞാന്ന് വന്നാണ് കേട്ടോ. എനിക്കൊന്നൊരു വെളുപ്പംകാലം 3 മണിയൊക്കെ ആയപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്. ഞാൻ രാത്രി ഇരുന്നാണ് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ. അപ്പം 3 മണിക്ക് ഈ മെസ്സേജ് വരികയാണ്. ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ മെസ്സേജ് ആണ്, ചേട്ടാ ഞാനിപ്പം സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാട്ടോ. ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഇപ്പം ഞെട്ടി എണീറ്റു ചേട്ടാ, വേറൊന്നുമല്ല, ഞാനൊരു സ്വപ്നം കണ്ടു, ചേച്ചിയും ചേട്ടനും ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെയും ചേട്ടൻ പിടിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്നു. ചേച്ചി 2ാമത് പ്രഗ്നൻ്റ് ആണ്, ചേച്ചി അകത്തുണ്ട്, ചേച്ചി പ്രഗ്നൻസി കഴിഞ്ഞൊരു പെൺകുഞ്ഞ് ചേട്ടന് കിട്ടുന്നു, നേഴ്സ് ചേട്ടൻ്റെ കയ്യിൽ പെൺകുഞ്ഞിനെ കൊണ്ടുവരുന്നു. ആ മൊമെൻറ്റ്സ് ഞാൻ സ്വപ്നം കണ്ടു. അതായത് ഈ കുട്ടി റീലാക്കിയിട്ട് അവൾ ആ കുഞ്ഞ് ആ പെൺകുട്ടി സ്വപ്നം കണ്ടു. അതായത് ഞങ്ങളുടെ ലൈഫ്, ഞങ്ങൾ കാണുന്ന സ്വപ്നം അവൾ കണ്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നമ്മൾ രണ്ടുപേരും, ഞാൻ കാരണം ചിന്നു, അല്ലെങ്കിൽ ചിന്നു കാരണം ഞാനും, അവരുടെ ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആ സ്വപ്നം കണ്ടേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ, ഞാൻ പോലും കാണാറില്ല അങ്ങനെ, മനസ്സിലായി, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കാണും, പക്ഷേ ഇത് ഞാൻ പോലും കാണാത്തൊരു സ്വപ്നം നമുക്ക് വേണ്ടിയിട്ട് ആരാന്ന് പോലും അറിയാത്ത ഒരാൾ കണ്ടിട്ട് മെസ്സേജ് ചെയ്യുകയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര, അങ്ങനെ ഒരുപാട് മെസ്സേജ്. ചേട്ടാ ഞാൻ വീട്ടിൽ ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിപ്രഷനിലിരിക്കുമ്പോൾ ചേട്ടൻ്റെ വീഡിയോ അറിയാണ്ട് കണ്ടുപോയി. അങ്ങനെ ഇരുന്ന് ഞാൻ മൊത്തം വീഡിയോസും കണ്ടു. ഭയങ്കര സൂതിങ് ആണ് കേട്ടോ, എനിക്കിങ്ങനെ ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ ഇതിനേക്കാളും ഒന്നും എന്താ പറയുക വിഷ്ണുവേ, ഒരു പടം ഈ പറഞ്ഞ പോലെ 100 കോടി അടിച്ചാൽ പോലും കിട്ടാത്ത, എനിക്കൊന്നും അപ്പോൾ പോലും ഇത്രയും സന്തോഷമൊന്നും കിട്ടരുത്. കാരണം ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു, കണ്ടു കഴിഞ്ഞു. പക്ഷെ ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കാരണം ഞാനും സന്തോഷിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ ചിന്നുവും സന്തോഷിക്കുന്നുണ്ട്, വലിയ കാര്യമല്ലേ. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം സുഹൃത്തം കിട്ടുന്നത് ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയെങ്കിലും നമ്മളിപ്പം ഡയറക്ടറാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും നമ്മുടെ ഈ കഴിവ് കാരണം ആരെങ്കിലും എൻ്റർടൈൻഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ഉപയോഗം ഉണ്ടാവുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സോൾ വിശ്വാസം. ലൈക്ക് അത് തന്നെ. പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ലേ. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഞാൻ ചിന്നിൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇപ്പോൾ തമാശക്ക് പറഞ്ഞാൽ സിനിമയൊക്കെ നിർത്തി പതിയെ ഒരു ചെറിയ ഇങ്ങനത്തെ പിന്നെ ഒരു ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഞാൻ ഈ വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന കഥ പറയുന്നു, എൻ്റെ ജോണറേ ഇതേ ജോണറേ അല്ല എൻ്റെ സിനിമ. ഫുള്ള് ഡാർക്കിൻ്റെ ആളാണ്, ഭയങ്കര എന്താ പറയുക, ഫീൽ ഗുഡ് പടങ്ങൾ കാണാറില്ല, റൊമാൻറ്റിക് മൂവീസ് കാണാറില്ല, റൊമാൻസ് റോംകോംസ് ഒന്നും കാണാറില്ല. എൻ്റെ മൊത്തം ഡാർക്ക് പടങ്ങളാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സാധനം തന്നെ അങ്ങ് മാറി. ഇപ്പം ഞാൻ വീട്ടിലിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ വന്നപ്പോൾ നീ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഞാൻ ഇപ്പം നിൻ്റെ അടുത്തും വളരെ
ഇപ്പം അങ്ങ് യൂസ്ഡായി ഇങ്ങനെ സംസാരിച്ച് ചിന്നുവിനും ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ടാറ്റു ചെയ്യുന്ന ഒരു സമയമുണ്ട്, നമ്മൾ ഒരുമിച്ച് ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത്, ഐ മീൻ ഞങ്ങളുടെ കമ്പനി ആയിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെ അന്ന് വിഷ്ണു വന്നിരുന്നു. അതെ. അപ്പോൾ ആ ടാറ്റു ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ട്. അതെ. അപ്പോൾ ഇതൊരു മോളിൽ കയറി പോകണല്ലോ. ഞാൻ നോക്കുമ്പോൾ മോളിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നത് വിഷ്ണുടാ, ഇത്രയും ഉറക്കെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അതിപ്പോ ഭയങ്കരമായിട്ട് പറയും. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങി, നീ ഇപ്പൊ എന്തും മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ അമ്മയും ഞാൻ അങ്ങനെയല്ല. ശാന്തന്റെ മകൻ പ്രശാന്ത്. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പം വണ്ടിയിൽ ഇപ്പം കാറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പം ആരെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്യുക എന്തെങ്കിലും വന്നാൽ ഞാനിങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ചിന്നു പറയും, നന്ദു നീ ഇതല്ല. അപ്പം ഇങ്ങനെ ഭയങ്കര രസം. ഇപ്പം മൊത്തത്തിൽ ലൈഫും ഭയങ്കര രസമാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇതാണ് എൻ്റെ ഒറ്റ ചോദ്യം പറഞ്ഞുള്ളൂ. ഇതാണ് സംഭവിച്ചത് മൊത്തത്തിൽ. ഈ ശ്രീവിദ്യ ഇതിനെങ്ങനെ കാണണമെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾ ഈ അടുത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ട സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ഞങ്ങൾ ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പം ഇവർ പറയുന്നത്, ശ്രീവിദ്യ പറയുന്നത്, ഇത് തന്നെ ഇപ്പം എല്ലാ ആളുകൾക്കും പറയാനുള്ളത്, പണ്ട് നേരെ തിരിച്ചായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് വിഷ്ണുവെ. അത് എനിക്ക് കാണാനുണ്ട്, അവളുടെ കണ്ണിലത് കാണാനുണ്ട്. എന്താ പറയുക, അവൾ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന ചിന്നുവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കൂടെ ഈ സെയിം സാധനം ഇപ്പോൾ ഉണ്ട്, ഭയങ്കരമായിട്ട് ഈ സാധനം ഉണ്ട്. അപ്പോൾ ഇന്നലെ സൺറൈസിൽ ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ആൻറ്റി, ഒരു 40-45, എൻ്റെ അമ്മയെക്കാളും കുറച്ച് പ്രായം കുറവായിരിക്കും. അപ്പോൾ ആൻറ്റി വന്നിട്ട് ഇങ്ങനെ, ആൻറ്റി കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, രാഹുൽ മോനെ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. എൻ്റെ നേരെ ചിന്നുവിനെ നോക്കിയിട്ട്, മോളുടെ ഒന്നും കാണാറില്ല, പക്ഷേ മോൻ വഴി ഇപ്പോൾ മോളെ എനിക്കറിയാം. ചിന്നുവിനാണ് സന്തോഷം ഇത് കേൾക്കുമ്പോൾ. എനിക്ക് വിഷമാവും, എനിക്ക് പെട്ടെന്ന് വിഷമാവും. അപ്പോൾ എനിക്ക് ചിന്നുവിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലായിടത്തും ഇപ്പം ചിന്നു അമൃതയിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്നവരും അവിടുത്തെ ഗസ്റ്റുകളും എല്ലാവരും വന്ന് പറയുന്നുണ്ട്, ചേട്ടൻ്റെ വീഡിയോസ് കാണാറുണ്ട്, എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ചിന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാളും കൂടുതൽ എനിക്ക് ഒന്ന് സന്തോഷിക്കുന്നത് ചിന്നു ആയിരിക്കും. ഉറപ്പായിട്ടും അത് ചിന്നു ആയിരിക്കും. 40 കൊല്ലം ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അച്ഛൻ കുറച്ച് ബാക്കിലോട്ടായിരുന്നു. അച്ഛൻ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ചതും എന്നെ നോക്കിയതും എല്ലാം എൻ്റെ അമ്മയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ മോശമൊന്നുമല്ല, അച്ഛൻ നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ അച്ഛൻ്റേതായ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് തോട്ട്സ് ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അമ്മയാണ്. അവിടെയും ഞാൻ കണ്ടിരുന്നത് എന്താണ്, പെണ്ണെന്ന് പറയുന്ന ഒരാളാണ്. അപ്പം ഈ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടാൽ മനസ്സിലാകത്തൊന്നുമില്ല, ചെറിയ ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാകത്തില്ല. അപ്പം ഈ കാലും വെച്ചിട്ടാണ് ഈ ജോലി കഴിഞ്ഞ് വന്ന് ചാലയിൽ ഇറങ്ങി. തിരുവനന്തപുരത്തുകാർക്ക് അറിയാം, ചാലയിലാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അതൊക്കെ മേടിച്ച്, അതെ, മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ബസ് കയറി വീട്ടിൽ വന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് പിറ്റേ ദിവസം രാവിലെ എന്നെ സ്കൂളിലൊക്കെ വിട്ട്. അമ്മ ജോലിക്ക് പോയി ഒരുപാട് നാൾ, ഈ പറഞ്ഞ പോലെ. അച്ഛനും ജോലിക്ക് പോകുന്നില്ല എന്നല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ തോട്ട്സ് വേറെയായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മയെ കണ്ടു വന്ന എനിക്ക് അതിനേക്കാളും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭാര്യയെ കിട്ടി. ആലോചിക്കണം വിഷ്ണു, കാസർഗോഡുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തി. ഇന്ന് ഇപ്പം എല്ലാവർക്കും ശ്രീവിദ്യ മുല്ലശ്ശേരിനെ അറിയാം. അത് ഒരുപാട് മറ്റേ എന്താ പറയുക, ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ മറ്റേ 100 കോടി പടങ്ങൾ ചെയ്തിട്ടല്ല. പക്ഷെ എല്ലാവർക്കും ശ്രീവിദ്യ മുല്ലശ്ശേരിനെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും, അതെ, വീട്ടിലെ ഒരാളായിട്ട് അവളെ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു സ്ത്രീ, ഒരു പെണ്ണാണ് ഈ പറഞ്ഞ പോലെ ഭാര്യയായിട്ട്. എനിക്ക് പലപ്പോഴും ശ്രീവിദ്യ എന്ന് പറയുന്ന വ്യക്തിയോട് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പ്രേമകഥകളൊക്കെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ സമയത്ത് അവിടെ റേഞ്ച് ഇല്ല. അതായത് റേഞ്ച് ഇല്ലാത്ത സമയത്ത് നാച്ചുറലി അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ വീട് കാണുമ്പോഴും, ഇപ്പൊ ചിലപ്പോൾ അതിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എന്നാൽ പോലും ആ വീട് കാണുമ്പോഴും നമുക്കറിയാം അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ലൈഫിൽ നിന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്താൻ വേണ്ടി അവരനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ എടുത്തിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർ ഒരിക്കലും സ്വയവും മാറിയിട്ടില്ല എന്നുള്ളതാ. എത്ര കാലമായിട്ടാണോ ശ്രീവിദ്യയെ കാണുന്നത്, അതൊക്കെ തന്നെയാണ് സംസാരത്തിലായാലും ശരി, ആറ്റിറ്റ്യൂഡിലായാലും ശരി, ജീവിതത്തെ കാണുന്നതായാലും ശരി. അത് എളുപ്പമല്ല. ഒരാളുടെ ഐഡന്റിറ്റി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, വലിയ സംഭവം. ഐ മീൻ പുള്ളിക്കൊരു സംഭവം ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര അഹങ്കാരം. ആരടുത്ത്, എൻ്റെ അടുത്ത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഭയങ്കര ഒരു എന്താ പറയുക, വല്ലാത്തൊരു ക്യാരക്ടറായിട്ടോ. ആൻഡ് അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിലാണ് തോന്നുക ശ്രീവിദ്യ മെച്ചോർഡ് അല്ല എന്നൊക്കെ. ഇപ്പൊ നോക്കൂ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ശ്രീവിദ്യ ഇങ്ങോട്ടേക്ക് അയച്ച മെസ്സേജ് നേരിട്ട് കാണും, എന്നിട്ട് നമുക്ക് അത് വളരെ മെച്ചൂർഡ് അത് ഭയങ്കര വലിയ കാര്യമല്ലേ. കാരണം നമ്മളൊരാളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിന് പോകുമ്പോഴൊക്കെയാണ് അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക, അയാളുടെ സംസാരം എങ്ങനെയാണ്, അയാളുടെ നോട്ടങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ പറയണമെങ്കിൽ അതിനൊരു സെൻസ് ഉണ്ടാവും. ഉറപ്പായിട്ടും. അതേപോലെ ഞാൻ ഈ പാർട്ട് 3 ഉണ്ട് എൻ്റെ ലവ് സ്റ്റോറിയുടെ, അതെല്ലാവരും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാനത് വൃത്തിയായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം, ലവ് സ്റ്റോറി പാർട്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നു,
അപ്പോൾ എല്ലാവരും കരുതിയതുപോലെ എസ് ആയിരിക്കും എന്നല്ല, പക്ഷെ അവിടെ വേറൊരു ടെസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞാൽ എന്താ അറിയാമോ, ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം, ഒളിച്ചോടാനോ വേറൊരു പരിപാടിക്കോ ഞാനില്ല, അച്ഛനും അമ്മയും സമ്മതിച്ചാൽ മാത്രം ഞാൻ ഓക്കെയാണ്. അവർക്കൊരു ഒരു 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 സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ കാസർഗോഡുകാർക്ക്, ഇപ്പോഴില്ല, ആ ടൈമിൽ ചിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇവർ അവിടെ ഉള്ളവർക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാറ്. കേട്ടിട്ടുണ്ടാവും, കാരണം അത്രയും ദൂരത്തിലോട്ട് ഇവർക്ക് വരിക അല്ലെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എവിടെ നിന്നാണ് പെണ്ണ് ചോദിച്ച് പോകുന്നതെന്നും കൂടെ ആലോചിക്കണം. തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ. രണ്ട് കൾച്ചർ, രണ്ട് ഡിഫറെൻറ്റ് സ്ലാങ്, മൊത്തത്തിൽ ടോട്ടലി എന്താ പറയുക, അങ്ങേയറ്റം ഇങ്ങേറ്റമുള്ള രണ്ട് കുടുംബക്കാരാണ്. അപ്പം അങ്ങനെ പറഞ്ഞാണ് ചിന്നു അന്ന് അവിടെ നിർത്തുന്നത്. അപ്പോൾ അത് തേർഡ് പാർട്ടിൽ തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. അവിടെ നിന്ന് പിന്നെ കറക്റ്റായിട്ട് വീട്ടുകാർ സമ്മതിച്ചു കേട്ടോ. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവളെന്നെ തേച്ചിട്ട് പോകാൻ കേട്ടോ, 100% വിഷ്ണുവെ. അവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോൾ വരാവേ ഇവിടെ നിന്ന് കേട്ടാന്ന് പറഞ്ഞിട്ട് ഇവള് കാസർഗോഡ് മുങ്ങിയേനെ. അങ്ങനെ അതെ ചിന്നുവിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നത് ഇന്റർനാഷണലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. വളരെ ഇപ്പൊ ഇന്റർനെറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റിൽ പോയിട്ട് ഏറ്റവും എന്താ പറയുക റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പ്രൊഫഷൻസിൽ ഒരെണ്ണമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ വലിയ ഒരു കാര്യമാണ്. അതാണ് അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഞാൻ ഇപ്പം വിഷ്ണു പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം സ്റ്റോറി ടെല്ലർ ഇത്രയും വലിയ പരിപാടിയാണ്. അതെ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം കുട്ടികളിലേക്ക് മോറൽസ് ഇൻഫ്യൂസ് ചെയ്യാണല്ലോ ഇവര്. ഇപ്പോൾ ഒരു ഈസോപ്പിന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു, അതായത് ഒരു സ്ഥലത്തൊരു നീതിമാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ ചെയ്തു. ഇപ്പൊ സോളമൻ രാജാവിന്റെ ഒക്കെ കഥ പറയുമ്പോൾ അങ്ങനെയല്ല, നീതി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആണ് കുട്ടികളിലേക്ക് പല വാല്യൂസ് കൊടുക്കണമല്ലോ. അത് വലിയൊരു പ്രൊഫഷനായിട്ട് അവിടെ മനസ്സിലാക്കുക. ഈ സ്റ്റോറി ടെല്ലിംഗിൽ എനിക്ക് തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന് ഒബ്സർവേഷനാണ്. ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരു സീരീസ് പറയുമ്പോഴും, ഇപ്പോൾ തെയ്യത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയാം, അങ്ങനെയൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ചെറിയ കുട്ടി വളരെ രസമായിട്ട് എൻജോയ് ചെയ്തിട്ട് ചെണ്ട കൊട്ടുന്നൊരു കാര്യം പറയുന്നുണ്ട്. അത് അത്ര എളുപ്പത്തിൽ ആളുകൾ ചിലപ്പോൾ റീലിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തൊന്നും വരില്ല. ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉണ്ടോ? പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാണ്. അങ്ങനെ ഒബ്സർവേഷൻ ആണെന്നുള്ളൊരു പരിപാടിയല്ല. പോകുമ്പോൾ എല്ലാം മൊത്തത്തിലൊന്ന് നോക്കും. എനിക്കൊന്ന് സിനിമാ പരിപാടി മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും, നാളെ എവിടെയെങ്കിലും അത് ഉപയോഗപ്പെടുമല്ലോ എന്നുള്ളൊരു സാധനം കൊണ്ടായിരിക്കാം മേ ബി. പണ്ട് മുതലേ ഉള്ള, ഞാൻ 8ാം ക്ലാസ് മുതൽ ഷോർട്ട് ഫിലിം പിടിച്ച് തുടങ്ങിയ ആളാണ്. 8ാം ക്ലാസ് നമ്മുടെ പഴയ ചെറിയ മൊബൈലിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ എവിടെ പോയാലും ഈ പരിപാടിയുണ്ട്. ഇപ്പോഴും അതെ, എവിടെ പോയാലും മൊത്തത്തിലൊന്ന് നോക്കും, എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്ന പരിപാടി എന്നുള്ളത് നോക്കുന്ന പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ നിന്ന് കിട്ടിയതാണ് ഈ ചെണ്ടക്കാരൻ. പിന്നെ അവിടെ ഒരു മെസ്സിക്കാരൻ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല വിഷ്ണു. ഈ തെയ്യം ഭയങ്കര രസമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഒരു മെസ്സി ഇങ്ങനെ അത് തിരിഞ്ഞിരിക്കാവൻ, ഏതാ മറ്റേ മെസ്സി ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അതാ. ഇവിടെ വൻ പരിപാടി കിടക്കുന്നത്, ഇത് ഐതിഹ്യപരമായിട്ടുള്ള ചാമുണ്ടി തെയ്യം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മെസ്സി അങ്ങനെ ഒന്ന് നോക്കുക, പരിപാടിയൊക്കെ കണ്ട് മെസ്സി ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. സോ ഈ ഒബ്സർവേഷൻ പണ്ട് മുതലേ ഉള്ളൊരു പരിപാടി തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര ഗുണമായിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം നോട്ടീസ് ചെയ്തില്ലേ, ഇപ്പം വിഷ്ണു നോട്ടീസ് ചെയ്തില്ല. അതുപോലെ എല്ലായിടത്തും ബാലി പോയപ്പോഴും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ അങ്ങനെ കുറേ പരിപാടിയുണ്ട് അവിടുത്തെ. എല്ലായിടത്തും പോകുമ്പോഴും ആ ഒരു പരിപാടി മൊത്തത്തിലുണ്ട് ഇപ്പോഴും. ഈ കൊളോക്കിയലായിട്ടുള്ള ടേംസ് ഉപയോഗിക്കുമ്പോൾ, അതായത് നമ്മൾ എത്രമാത്രം ലോക്കലാവുന്നോ അത്രമാത്രം നമ്മൾ ആക്സെപ്റ്റബിൾ ആവുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ദേ പോയി ഇതാവുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ലോക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതായത് നമ്മൾ വീട്ടിലൊക്കെ പറയാം ദേ പോയി ഞാൻ വരുന്നു എന്ന് പറയുന്നത് എൻ്റെ റീച്ച് എന്തായിരുന്നു നമുക്കറിയാലോ. അതുപോലെയാണ് എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് റീലുകളെല്ലാം അവസാനിപ്പിക്കുന്നത്. അതിനും ആളുകൾക്ക് വല്ലാത്തൊരു ഭയങ്കര ഇഷ്ടമാണ്. മറ്റതും പറയും, ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും. ഇത് ഞാൻ സ്ഥിരം പറയുന്ന സാധനം കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള സാധനം വളരെ ലോക്കലി ഞാൻ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറയാം. അപ്പോൾ അണ്ണാ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ കുറച്ച് എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ അങ്ങനെ ഞാൻ സ്ഥിരം പറയാറുള്ള സാധനം തന്നെയാണ്. അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടെ മാന്യമായിട്ടല്ല കുറച്ചുകൂടെ രസകരമായിട്ട് അങ്ങ് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ ആദ്യത്തിൽ. പിന്നെ അതങ്ങ് എല്ലാവരും പിന്നെ അത് പറയാൻ തുടങ്ങി. ഇപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ കുന്നുംപുറത്ത് വെച്ചിട്ട് ഭക്ഷണം മേടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പയ്യൻ ഈ പറഞ്ഞ പോലെ ചേട്ടാ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ, അല്ല ഞാൻ പറഞ്ഞു താങ്ക് യു കേട്ടോ, എന്നിട്ട് കൈ എടുത്തിട്ട് ഞാൻ പോകുന്നിടത്ത് അപ്പോൾ ശരി കേട്ടോ അങ്ങനെ ആവട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ സാന്ത്വന ചേട്ടൻ അങ്ങനെ ഒരു സാധനമുണ്ട്, വഴിയരികിൽ കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഇതുള്ളതുപോലെ ഇത് അറിയാണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ വീണ്ടും അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഈ റീൽസിന്റെ ഒരു പിക്ചറൈസേഷൻ ഈ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ട് ഇടയ്ക്ക് ഇതെന്താ ഇങ്ങനെ തോന്നുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ഭയങ്കര ഹൈ വോളിയത്തിലൊക്കെ ആയിരിക്കും ആളുകൾ കഥ പറയുക, ഭീകരമായിട്ടുള്ള ട്രാൻസിഷൻസ്. ഇവിടെ ശരിക്കും അച്ചടി ഭാഷ പോലെ തന്നെ, ഏറെക്കുറെ അച്ചടി ഭാഷ പോലെ തന്നെ വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാ വാക്കുകളുടെ ഇടയിലും പോസ് ഉണ്ട്, വ്യക്തതയുണ്ട്. ഇത് എഴുതിയിട്ടാണോ ചെയ്യുന്നത്? വലിയ പ്രോസസ്സാണ്.
എനിക്ക് ഒരു റീല് ചെയ്യാനായിട്ട് ഏകദേശം 8-9 മണിക്കൂർ എടുക്കും. ദൈവസത്യം, ചുമ്മാ മറ്റേ തള്ളുന്നതല്ല. ചിന്നുവിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. ഞാൻ ആദ്യം എഴുതും. ആദ്യം ഒരു 2 മണിക്കൂർ എടുത്ത് ഭയങ്കരമായിട്ട് ആലോചിക്കണം. 2 മിനിറ്റേ ഉള്ളൂ വീഡിയോ, 2-2.5 മിനിറ്റേ ഉള്ളൂ വീഡിയോ. പിന്നെ എൻ്റെ ചിലപ്പോൾ 3 മിനിറ്റും പോകാറുണ്ട് കേട്ടോ വീഡിയോസ്. അപ്പോൾ ഈ 3 മിനിറ്റിന് വേണ്ടിയിട്ട് എഴുതുന്ന ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. അപ്പം മിക്കപ്പോഴും കിടക്കാൻ നേരത്താണ് എഴുതുന്നത്. എഴുതി വയ്ക്കും, കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ ആ വിഷ്വൽ കാണും എഴുതും. അങ്ങനെ എഴുതി ഒരു 2 മണിക്കൂർ എഴുതാനെടുക്കും. ഈ എഴുതി കഴിഞ്ഞതിന് ശേഷം ഡബ് ചെയ്യുക. ഞാൻ ഡബ്ബിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വോയിസ് ഓവർ ഞാനിങ്ങനെ വിളിക്കത്തില്ല. ഞാൻ പക്ക ഡബ്ബിംഗ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വർക്ക് സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ചെറിയ കുഞ്ഞ് ബട്ടൺ മൈക്കില്ലേ, ബട്ടൺ മൈക്ക് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത്, കാരണം ഇത് അടുത്തോട്ടായി കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ആ ടേം എനിക്ക് മറന്നുപോയി, ദും അപ്പം അതില്ലാതിരിക്കാൻ കറക്റ്റായിട്ട് ഇത് പിടിച്ച് ഓരോ ലൈനും ഡബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കേട്ട് അതിനിടയിൽ വരുന്ന സ്പേസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ. അപ്പോൾ അതിന് 2 മണിക്കൂർ എടുക്കും എങ്ങനെ പോയാലും. 2-2.5 മണിക്കൂർ എടുക്കും ഈ ഡബ് ചെയ്തതൊന്ന് അലൈൻ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസാണ്. വിഷ്ണു ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ബാലി പോയതിലാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പറയുന്ന സാധനം ഇത് തന്നെയാണ്. ഏതാ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന സമയത്ത് ബാലിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഡ്രൈവർമാരുടെയും ഗൈഡുമാരും നമസ്കാരം പറയുന്നതാണ്. ഐ മീൻ ഒരു ബൈ പറയുന്നതാണ് ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് അവർ എൻ്റെ അടുത്ത് പറയും പോലെ ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്നാൽ അങ്ങനെ ഈ 5 പേരും ബൈ പറയുന്നതാണ്. ഒരാൾ നമസ്തേ, ഒരാൾ ബൈ, ഒരാൾ പിന്നെ കാണാമെന്നുള്ള രീതിയിൽ 5. അപ്പോൾ ഈ വിഷ്വലുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള വിഷ്വൽസ് എടുത്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതിനെങ്ങനെ പോലെ ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പോൾ 3ഉം 2ഉം 5ഉം 2ഉം 7 മണിക്കൂറോളമായി ഇപ്പോൾ തന്നെ. പിന്നെ ലാസ്റ്റ് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും 8 മണിക്കൂർ ഒരു റീലിനായി. ഈ സൗണ്ട്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വളരെ സൂത്തിങ് ആയിട്ടുള്ള BG ആണ് അരവിന്ദൻ്റെ. അതെ, അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് പൊതുവൂറും ചെയ്യുന്നതാണല്ലേ? ആ മ്യൂസിക് ആദ്യത്തെ വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ അറിയാതെ ഇട്ടതാണ്. പിന്നെ എനിക്ക് വേറൊരു മ്യൂസിക്കിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതല്ലാണ്ട് ഇടയ്ക്ക് ഒരെണ്ണം ചെയ്തു, അതിന് എന്നെ ഒരുപാട് പറഞ്ഞു. എന്തിനാണ്, നല്ല സാധനമല്ലായിരുന്നു, എന്തിനാണ് നിങ്ങൾ പുതിയൊരു സാധനം ട്രൈ ചെയ്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇത് മതി, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ. ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. മോശം പറയാൻ അത്രയ്ക്കും നല്ല പാട്ടാണത്. അത്രയും നല്ലൊരു OST ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, പാട്ടല്ല. രാസാത്തിയുടെ OST എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാനത് മാറ്റാനും നിന്നില്ല. ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യണ്ടല്ലോ. എല്ലാവർക്കും ഒരു സാധനം മതി. അപ്പോൾ പിന്നെ അത് തന്നെ മതി. പിന്നെ എൻ്റെ വോയിസുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്. ഇതെല്ലാം അറിയേണ്ടതെന്ന് വീണതാണ് വിഷ്ണു. ഇപ്പോഴും ഞാൻ പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അറിയാതെ എടുത്തിട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അങ്ങനെയൊന്നും വിളിയൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അതിൽ. ഞാൻ വളരെ സോഫ്റ്റായിട്ട് വളരെ കാമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ എനർജി ആയിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും പോലെ അല്ലല്ലോ. വന്നിട്ടില്ല, താഴെ കമൻസ് വരാറുണ്ട് കേട്ടോ. ചേട്ടൻ പണ്ട് RJ ആയിരുന്നോ എന്നാണ് എല്ലാവർക്കും ഡൗട്ട്. RJ അല്ലേ, ഞാൻ ഒരു പരിപാടി ഇല്ലായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു, RJ ആയിരുന്നോ. പിന്നെ വേറൊരു സാധനം ഏറ്റവും കൂടുതൽ വരുന്ന സജഷൻ എന്താ പറയുക, കുറച്ച് ബുക്സ് എടുത്തിട്ട് ഇത് ഞാനിരുന്ന് വായിക്കാൻ, കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ട്. എല്ലാവരും പറയുന്ന വിഷ്വൽസും വേണ്ട ചേട്ടൻ, ഒരു സ്പോട്ടിഫൈയിലും ബാക്കിയുള്ളതിലും വരുന്ന പോലെ ചേട്ടൻ ഓഡിയോ ബുക്ക്, അത് തന്നെ കറക്റ്റ്. ഇപ്പോൾ കുക്ക് ഓഫുമോ അങ്ങനെ എന്തോ, അതുപോലെ ചേട്ടൻ കുറച്ച് ബുക്ക് എടുക്കുക, ചേട്ടൻ ഇതങ്ങ് വായിക്കുക. ചേട്ടൻ ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് ഒന്നും കാണിക്കുന്ന ബ്ലാക്ക് സ്ക്രീൻ ഇട്ടിട്ട് ആലോചിച്ചപ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങനെ വരുമെന്നറിയില്ല. ഞാനും ആലോചിച്ചു, ഇഷ്ടപ്പെട്ട ഒരു 3-4 ബുക്ക് എടുത്തിട്ടെ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ബുക്ക് വായിക്കത്തില്ല, അതാണ്. വായന തീരെയില്ല. പണ്ട് തൊട്ടേ അങ്ങനെ എങ്ങനെയോ വന്നാണ് എനിക്കറിയില്ല. ഞാൻ വായനയില്ല. ചിന്നുവാണ് വായിക്കുന്നത്. വീട്ടിൽ ഒരുപാട് ബുക്കുണ്ട്, ഒരു 10, 150, 200ഓളം ബുക്കുകളുണ്ട്. ഞാൻ തൊടത്തേയില്ല, ഞാൻ തൊട്ട് നോക്കാറ് പോലും ഇല്ല. ആകെപ്പാടെ ഒരൊറ്റ ബുക്ക് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഏതാണെന്നറിയാം, ഇട്ടിക്കോര. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണറിലുള്ള ഒരു സാധനം ഇട്ടിക്കോര മാത്രം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏക ബുക്ക് ഇട്ടിക്കോരയാണ്. അപ്പൊ എവിടുന്ന് ഇത്രയും ഇപ്പോൾ ഒരു അമ്പലം കണ്ടു, ഇപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ളൊരു റീലായിരുന്നു. അതായത് ഇവിടത്തിന്റെ ആരംഭസ്ഥാനം അല്ലെങ്കിൽ മൂലസ്ഥാനം ഇരിക്കുന്നത് കാസർഗോഡ്. അത് അറിയില്ലായിരുന്നു, അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് കൂടെയായിരുന്നു. പക്ഷെ എല്ലാ അമ്പലങ്ങളെ പറ്റി പറയുമ്പോഴും അതിന്റെ ഐതിഹ്യങ്ങളെ പറ്റി പറയുമ്പോഴും വളരെ പെർട്ടിക്കുലറാ, കൃത്യമായിട്ടാ അത് പറയുന്നത്. അതൊക്കെ ഇപ്പൊ എവിടുന്ന കേട്ട് ശീലിച്ചായിരിക്കും വിഷ്ണു. എനിക്കൊന്ന് ഒരുപാട് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട് കേട്ട് ശീലിച്ചതാകാനേ സാധ്യതയുള്ളൂ, അല്ല ഒരിക്കലും വായിച്ച്. മലയാളത്തിൽ നല്ലതായിരുന്നു കുഞ്ഞിലെ പോലെ. മലയാളം എളുപ്പമായിരുന്നു എനിക്ക്, മലയാളം വായിക്കാനും. ഐ മീൻ ക്ലാസ്സിലാണെങ്കിലും മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എല്ലാം മലയാളമായിരുന്നു, ഹിന്ദിയിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പം എനിക്കൊന്ന് കേട്ട് വന്നത് തന്നെയാണ്, വേറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കളിക്കണം, തിരുവനന്തപുരമാണ്, അമ്മ പാറശാലയാണ്.
അപ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞങ്ങൾ സംസാരിക്കുന്ന മലയാളം വേറൊരു ഒരു ഡാൻസിങ് മലയാളമാണ്. പാറശാലയാണ് എൻ്റെ അമ്മയുടെ തനി ഐ മീൻ എൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് പാറശാല തന്നെയാണ്. ഐര എന്ന് പറയുന്ന സ്ഥലമാണ്. ഐരയല്ല, മാറാടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പാറശാലയാണ്. അപ്പോൾ അവിടെ നിന്നും വരാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോഴാണ് നമ്മൾ മലയാളം സംസാരിക്കുന്നത്. ഇങ്ങനെ ഓളത്തിലാണ് ഞങ്ങൾ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു കേട്ട് വന്നതായിരിക്കാം. പക്ക സ്ലാങ് അല്ലേ? എന്ത് അങ്ങനെ വെച്ചല്ലേ അതില് ഞാൻ അമ്മ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഇപ്പൊ വിഷ്ണു നീ എവിടെ പോയിട്ടാ വരുന്നതെന്ന് പ്രോപ്പർ സ്ലാങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലടോ, അങ്ങനെ തന്നെ. വിഷ്ണു നീ എവിടെ പോയിട്ട് പറഞ്ഞേ, അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അമ്മയും ഞാനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ചിന്നോട് പറയും, ചിന്നു ഇതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നീ ഇട്ട് കഴിഞ്ഞാൽ തീരാമെന്നുള്ളതേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ. എല്ലാവർക്കും എൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. ഞാനും അമ്മയും സംസാരിക്കുന്നത് ഞങ്ങൾ പക്കാ തിരുവനന്തപുരം സ്ലാങ്ങിലാണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വന്നോളൂ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചല്ലോ, അതെ അമ്മ എന്തിനമ്മ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ പ്രശ്നം, ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഉടനെ അമ്മ അവിടെ നിന്ന് പറയും, നീ എന്തൊരു എപ്പം നോക്കിയാലും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, എന്തരടാ നീ അവിടെ ചെയ്യണം, ഇത് തന്നെയാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരുന്നത്. എവിടുന്ന ഈ പാചകരത്നം ആയി ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചേ അല്ല ആണ്. പക്ഷെ ഇത്രയും എന്തൊരു പ്രിസൈസാ ഇപ്പൊ ഓരോ കാര്യം കട്ട് ചെയ്യുന്നതിലായാലും ശരി, അതിനകത്ത് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് മുമ്പേ ഈ പാചകം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ എല്ലാ പാർട്ടീസിലും ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ബിരിയാണി പാർട്ടി ഒരു ദിവസം എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഉറപ്പായിട്ട് ഞാൻ ഒരു ദിവസം ബിരിയാണി വയ്ക്കുമ്പോൾ വിളിക്കാം. ഞങ്ങൾ സ്ഥിരം ബിരിയാണി വയ്ക്കലാണ് പരിപാടി. അവിടെ ഞങ്ങൾ കുറച്ചാൾ മുന്നേ വരെ എല്ലാ മാസവും ഒരു ബിരിയാണി പാർട്ടി ഉണ്ടാകാറുണ്ട് വീട്ടിൽ. ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എല്ലാ പരിപാടികളുണ്ട്. എല്ലാ സകലമാന പരിപാടികളുണ്ട്. ഇത് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള പരിപാടി. ചിന്നുവിനെ ഞാൻ കുക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് വേറെ കാര്യം. സമ്മതിക്കാറില്ല, ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളത്. ഞാനത് എനിക്ക് രസമായിട്ട് തോന്നിയത് ഈ അട കട്ട് ചെയ്യുന്ന, കാരണം പാലട നമ്മൾ പലപ്പോഴും പാലട മിക്സ് വാങ്ങിച്ചിട്ട് ആളുകൾ ചെയ്യുന്നതാണല്ലോ കണ്ടത്. ഈ അട കട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് ഞാൻ അപ്പോഴേ ശരിക്കും ഇത് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നോ എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ചിന്നുവിനെ ഞാൻ വളച്ചതിൽ ഒരു കാരണം ഫുഡ് തന്നെയാണ്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വളച്ചത് ചിന്നുവിനെ. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഒരു സാധനമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഉണ്ടാക്കി നോക്കാം. ഓക്കെ, കട്ട്ലറ്റ് പിന്നെ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയാണ്. പിന്നെ അത് പിന്നെ വളരെ എളുപ്പമാണ്. ഷെഫ് പിള്ളയുടെ റെസിപ്പി ഉണ്ട്. പിന്നെ അത് ശ്വേത ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് വർക്കായി. ഈ ഫുഡിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ട്രോളുകളുടെ ഒരു വരവോട് കൂട്ടാണ് പലപ്പോഴും ഈ ട്രിവാൻഡ്രം ഫുഡിനെയും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളുടെയും ഈ നെഗറ്റീവായിട്ട് ട്രോളിക്കൊണ്ട് ഒരുപാട് ട്രോൾസ് വരുമായിരുന്നു. അവിടെ ഫുഡ് നല്ലതല്ല, അല്ലെങ്കിൽ അവിടുത്തെ നല്ല ഫുഡ് സ്പോട്ടുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കറിയാം ഇൻ റിയാലിറ്റി കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഹോട്ടലുകളൊക്കെ ട്രിവാൻഡ്രത്തുണ്ട്. എന്താ ശരിക്കും അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരാൻ കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന പ്രശ്നം ഞങ്ങളുടെ ബിരിയാണിയാണ്. ഞങ്ങളുടെ ബിരിയാണി ഞങ്ങൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ തിരുവനന്തപുരം ബിരിയാണിയാണ് ഇഷ്ടം. എന്തായാലും ആരെങ്കിലും എന്തായാലും എന്നെ അയ്യോ മുരിങ്ങാക്കോലൊന്നും ഇല്ലടോ, അതൊക്കെ ആരായി പറയുന്നത്? മുരിങ്ങാക്കോലും പരിപാടിയൊന്നും ഇല്ല. ഞങ്ങൾ പൈനാപ്പിൾ ഇടും, ശരിയാണ്. ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളത് എന്താ പറയുക, എല്ലാവരും പറയുന്നത് പോലെ ചിക്കൻ കറി എടുത്ത് ചോറിൽ പൊതിഞ്ഞാൽ ബിരിയാണി ആവത്തില്ല എന്നാണ് ഞങ്ങളുടെ ബിരിയാണിയെ പറ്റി എല്ലാവരും പറയാറുള്ളത്. സോ ബേസിക്കലി ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. വലിയ അരിയാണ് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പൊന്നി അരിയല്ല. നമ്മൾ ദം ചെയ്യാറില്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു റെസിപ്പിയിലുള്ള ഒരു ചിക്കൻ കറീനെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ചോറ് വെച്ചിട്ട് അതിലൊരു മുട്ട വെച്ച് മുകളിലൊരു പൈനാപ്പിൾ വെച്ചാലാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബിരിയാണി ആകുന്നത്. എനിക്കിന്നും അത് തന്നെയാണ് ഇഷ്ടം. ചിന്നുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. കാരണം മലബാറിൽ നിന്ന് വരുന്ന ആളാണ്. ദം ബിരിയാണി മാത്രമേ കഴിക്കത്തുള്ളൂ. പൊന്നിയരി, ചെറിയ അരിയിൽ, ജീരകശാല അരിയിലുള്ള ദം ചെയ്ത ബിരിയാണി മാത്രമേ എനിക്കാണെങ്കിൽ വർക്കാവത്തില്ല. ഞാനിപ്പോഴും ഞങ്ങളുടെ അവിടെ സംസമൊക്കെ ഉണ്ട്. സംസം അല്ല, ആസാദാണ് കറക്റ്റായിട്ട്. സംസം വീണ്ടും കാസർഗോഡുകാരുടെയാണ് സംസം എന്ന് പറയുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ ആസാദ് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് ഇനി വരാൻ പോകുന്നൊരു റീൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഈ പ്രോപ്പർ ഞാൻ ഈ പറഞ്ഞ ബിരിയാണിയാണ്. വലിയ അരിയിൽ അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് ഒരു മുട്ടയും പിന്നെ ഒരു പൈനാപ്പിൾ നമുക്ക് മസ്റ്റാണ്. ഞങ്ങളിത് കഴിച്ച് കഴിഞ്ഞാൽ നേരെ ഒരു പൈനാപ്പിൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ. ഞാനെന്നും അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം കുഞ്ഞിലെ മുതലേ ശീലിച്ച് വന്നുകൊണ്ടാകാം. എന്ന് പറഞ്ഞാൽ ദം ബിരിയാണി മോശമാണ്, എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഞാനിപ്പോഴും അതിനെയാണ്. അപ്പോൾ ഈ ബിരിയാണി കാരണമാണെന്നാണ് തോന്നുന്നത് എനിക്ക്. തിരുവനന്തപുരത്തുകാർക്ക് ഈ പറഞ്ഞ പോലെ വിനീതേട്ടനും ഇടയ്ക്ക് പറഞ്ഞല്ലോ, ആരാടാ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇടുന്ന കുറേ എണ്ണം, അത് ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ നല്ല സ്പോട്ടുകളുണ്ട്. വിഴിഞ്ഞത്തൊട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫിഷ് ഫ്രൈ, പിന്നെ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ തന്നെ ഉണ്ട്, കേട്ടിട്ടില്ലേ? ഏറ്റവും എരിവുള്ള. പിന്നെ ഞങ്ങൾക്ക് കട്ടച്ചൽ കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല ചിക്കൻ പരട്ട് കിട്ടും. അവണാ കുഴി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തരാം, കേരളത്തിൽ ഞാൻ ഏറ്റവും നല്ലതെന്നല്ല പറയുന്നത്, വൺ ഓഫ് ദ ബെസ്റ്റ് ചിക്കൻ പരട്ടും ലിവർ പരട്ടും ഒക്കെ കിട്ടുന്ന സ്ഥലം. അവിടെ ഈ വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്ത ഒരു ബീഫിന്റെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ, ഗുഡ് മോർണിംഗ് ഹോട്ടൽ, അതൊക്കെ ഞങ്ങൾക്കുണ്ട്.
പിന്നെ ഞങ്ങളുടെ ദേവി റെസ്റ്റോറൻറ്റ് ഉണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, നല്ല ചൂര ഫ്രൈ കിട്ടും. വിഷ്ണു ഒരിക്കൽ കഴിച്ചു നോക്കിയിട്ട്, ഈ കഴിച്ചവരെന്തായാലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, നല്ല ഗംഭീര ചൂര ഫ്രൈ കിട്ടും. എനിക്ക് റസൂൽ പൂക്കുട്ടി സാറൊക്കെ വന്ന് കഴിച്ചിട്ട് പോയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്, 365 ദിവസവും നല്ല ഉഗ്രൻ തിരുവനന്തപുരം സദ്യ കിട്ടുന്ന മദേഴ്സ് വെജ് പ്ലാസ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ ബിരിയാണിയുടെ പേരിൽ ഞങ്ങളെ അധിക്ഷേപിക്കരുതേ. അതെ 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 എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഞങ്ങളെ ബിരിയാണി അങ്ങ് മാറ്റി വെച്ചേക്കും, ഞങ്ങളുടെ ബിരിയാണി കഴിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞെങ്കിൽ പാരഗൺ ഉണ്ട്, അജുവ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾ ദം ബിരിയാണി കഴിച്ചിട്ട് ബാക്കി ഞങ്ങളുടെ സാധനങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമ്മളെ അധിക്ഷേപിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് കാരണമാണ്, ഉറപ്പാണ്, നമ്മുടെ ബിരിയാണി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഈ ഒതന്റിക് ആയ സദ്യ, അതായത് ഈ ആസിഡ് ടു ആൽക്കലൈൻ pH വാല്യൂ നോക്കുന്ന വിധത്തിൽ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ, അത് ട്രിവാൻഡ്രം കൊല്ലമാണെന്ന് പറയുന്നുണ്ട്. അവകാശമല്ല, ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഒന്നും വിളമ്പുന്നില്ല. പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലും ട്രിവാൻഡ്രം കൊല്ലംകാർ ഒരിക്കലും അത് സമ്മതിക്കില്ല, ബാക്കിയുള്ള സദ്യകളാണ് ടേസ്റ്റ്. ശരിക്കും എന്താണ് ഈ സദ്യയുടെ പിന്നിലെ കാര്യം? സദ്യയുടെ പിന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമില്ല. ഞങ്ങൾ കുറച്ച് എന്താ പറയുക വൈഡാണ്, ഞങ്ങൾ ഓർഡർ ഫോളോ ചെയ്യും, പ്ലസ് വൈഡാണ് ഞങ്ങളുടെ സാധനങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾക്കൊരു 10-24 കറികളുണ്ടാവും. ഇപ്പം എൻ്റെ കല്യാണത്തിനാണെങ്കിൽ പോലും എറണാകുളത്തിൽ നിന്നായിരുന്നു, തൃപ്പൂണിത്തറ കല്യാണം എറണാകുളത്ത് വെച്ചായിരുന്നല്ലോ, തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു, കാറ്ററിങ് തൃപ്പൂണിത്തറയിൽ നിന്നായിരുന്നു. അപ്പോൾ പേര് ഞാൻ പറഞ്ഞു, വലിയൊരു ഫേമസ് ടീമിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബോളിയും പായസവും ഇല്ല. എനിക്കങ്ങ് ഭയങ്കര ഈ പറഞ്ഞ പോലെ അമ്മയും അന്ന് ബോളിയില്ലേ, ഞാൻ പറഞ്ഞില്ല ബോളിയില്ല, 2 പായസമുണ്ട് പക്ഷേ ബോളിയില്ല. അപ്പോൾ സുരേഷ് ഗോപി സാർ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്, നമ്മുടെ കുറച്ച്, അപ്പം ബോളി എന്തായാലും വേണം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മഹാബോളി അറിയാലോ, മഹാബോളി അറിയാം, മഹാബോളിയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ബോളി തലേദിവസം രാത്രി ഇവിടെ എത്തിച്ച് പാൽപ്പായസത്തിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഞാൻ ബോളി കൊടുത്താണ് വിട്ടത്. അപ്പോൾ ഈ എറണാകുളം തിരുവനന്തപുരം സദ്യ കഴിക്കാത്ത കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞതാണ് ബോളി വിത്ത് പായസമാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നുള്ള. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാ, തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സദ്യ കുറച്ച് എല്ലാം കറക്റ്റായിട്ട് നോക്കിയാണ് പോകുന്നത്. അതിട്ടിട്ട് മാത്രമേ നമ്മൾ ഇതിടത്തുള്ളൂ, ഇതിട്ടിട്ട് മാത്രം ഒരു സദ്യ കൂടിയിട്ടുണ്ട്, നല്ല രസമല്ലേ, ആ വിളമ്പുന്ന കാണാൻ തന്നെ കറക്റ്റായിട്ട് ടക്ക് 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 ടക്കെന്ന് പോയി, അവിടെ നിന്ന് തിരിച്ച് ടക്ക് 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 ഇങ്ങോട്ട് വന്ന് കറക്റ്റ് സാധനങ്ങളൊക്കെ ഫോളോ ചെയ്ത് 3 പായസം, അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ബോളി, ചിലപ്പം പൂന്തി കിട്ടും. പൂന്തി അറിയാമോ? പൂന്തി എന്ന് പറയുന്നത് ഈ നമ്മുടെ ലഡുവിൻ്റെ ഈ കുരു സാധനം ഉണ്ടല്ലോ, എനിക്ക് കറക്റ്റാണ് പറഞ്ഞാൽ അറിയത്തില്ല, മനസ്സിലായില്ലേ? സോ ബോളിക്ക് വരാൻ പൂന്തി കിട്ടും. പൂന്തി കിട്ടി അതിനേക്കാളും കേമമാണ്. പൂന്തിയും കുറച്ച് സേമിയ പായസവും കൂടെ കുഴച്ച് കഴിച്ചു നോക്കണം എൻ്റെ പൊന്നു വിഷ്ണുവേ. ഇതൊക്കെ നമ്മുടെ അവിടെ മാത്രം കണ്ടുവരുന്ന സാധനങ്ങളാണ്. സാധനം മനസ്സിലായല്ലോ, ഈ കുഞ്ഞു ബോൾസ്, ഈ ബോളിയെ പോലെ പ്രസാദമായിട്ട് കൊടുക്കും. കറക്റ്റ്, അതെ തന്നെ. അത് ഈ പറഞ്ഞ പോലെ പാൽ പായസം നമ്മുടെ സേമിയ പായസത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖം ഇതും തിരുവനന്തപുരത്ത് മാത്രം കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇങ്ങനെ ഈ സദ്യയുടെ കൂടെ സദ്യയുടെ കൂടെ അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. അങ്ങനെ നമ്മളത് ഓർഡർ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ പറയുന്നത് നമ്മുടേതാണ് ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാരണം അതായിരിക്കും. പിന്നെ ഇല നിറഞ്ഞിരിക്കും കേട്ടോ, 4, 3, 7 കഴിച്ചു കഴിഞ്ഞാലേ വിളമ്പുള്ളൂ. പിന്നെ ആ പരിപാടിയില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നെയ്യ് വരും, ചോറ് വരും, ചോറ് കഴിഞ്ഞ് നെയ്യ് വരും, നെയ്യ് കഴിഞ്ഞ് പരിപ്പ് വരും, പപ്പടം. ഇത് മൊത്തം കഴിച്ച് തീർക്കണം. തീർക്കുന്ന സമയത്തേക്കും സാമ്പാർ എത്തിയിരിക്കും. കറക്റ്റ് കഴിച്ച് കഴിയുമ്പോൾ സാമ്പാർ എത്തിയിരിക്കും, അത് വേറെ കാര്യമാണ്. അതെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നൊന്നും എനിക്കറിയത്തില്ല. കറക്റ്റാണ്. ഈ പരിപ്പും കൂട്ടി സാമാന്യം ഒരാൾ, ഇപ്പം ഞാനൊക്കെ കറക്റ്റ് കഴിച്ച് തരുമ്പോഴത്തേക്കും അടുത്ത ചോറിൻ്റെ കൂടെ സാമ്പാർ എത്തിയിരിക്കും. സാമ്പാർ തീരുമ്പോഴത്തേക്കും അടുത്ത നേരെ വരാൻ പോകുന്നത് രസം വരുന്നു, പുളിശ്ശേരി വരുന്നു, എല്ലാം കറക്റ്റായിട്ട് ടക്ക് 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 ടക്കനെ. ഈ കാൽക്കുലേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. ഓരോന്ന് കഴിച്ച് തരുമ്പോൾ സാധനങ്ങൾ. പിന്നെ രണ്ടാമത് ചോദിച്ചാലും തരാൻ സാധ്യത വളരെ കുറവാണ്. ഈ ബാക്കിയുള്ളിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടാമത് തരും. ഇപ്പം നമുക്ക് സാമ്പാർ കുറച്ച് അധികം വേണമെങ്കിൽ ആ പരിപാടിയില്ല. ഈ റൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം പക്ഷേ ഉണ്ട് കേട്ടോ, ഇപ്പം പിന്നെ അതൊക്കെ ക്ലിയറാണ്. എത്ര ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കിട്ടും. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും ഒറ്റ തവണ അപ്പോൾ പരിപ്പ് വന്നു കഴിഞ്ഞു. പിന്നെ പരിപ്പ് വേണമെങ്കിൽ അടുത്ത റൗണ്ടിൽ വന്ന് വീണ്ടും യുദ്ധങ്ങളൊക്കെ നടക്കുക. ഇല്ലടോ, ഞങ്ങൾ എവിടെയാണ് യുദ്ധം ഉണ്ടാക്കി? ഞങ്ങൾ നമ്മളെ 2 ജില്ലക്കാരെ തമ്മിൽ അടി ഉണ്ടാക്കിപ്പിക്കുകയാണ് കേട്ടോ വിഷ്ണു. ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല, എനിക്കറിയത്തില്ല. അല്ല, ഈ അവസാനമല്ലേ പച്ചമോര് വരിക? ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലാസ്സിലും തരും കേട്ടോ. ആണെങ്കിൽ പച്ചമോര് രസമില്ല, ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്ലാസ്സിൽ ചോദിച്ചാൽ ഗ്ലാസ്സിലും തരും. ഇപ്പം ഗ്ലാസ്സിൽ തരും, പണ്ടൊന്നും ഗ്ലാസ്സിൽ തരത്തില്ല. ഇങ്ങനെ അറിയാലോ, ഇങ്ങനെ വേണം. അതാണ് അതിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത്. രസം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ കിട്ടും. ഇത് കഴിഞ്ഞൊരു ഉറക്കം കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു വിഷ്ണു. ഒരു ദിവസം തിരുവനന്തപുരം പോകാം, മദേഴ്സ് വെജ് പ്ലാസയിൽ കൊണ്ടുപോയി നല്ല സദ്യ വേണ്ടി പോയിട്ടുണ്ടോ? ഇല്ല, നല്ല രസം. അടുത്തവണ പോകുമ്പോൾ എന്തായാലും ഭയങ്കര ക്യൂ ആയിരിക്കും. പക്ഷേ 360 സദ്യ മാത്രമേ ഉള്ളൂ അവിടെ, പക്ഷേ അവിടുത്തെ തിരക്ക് കാണണം. ഇപ്പൊ രാഹുൽ ഏട്ടൻ എങ്ങനെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞു റെസിപ്പിയൊക്കെ പറയണോ? പെട്ടെന്ന് പറ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി തന്നെയാണല്ലോ. ചിക്കൻ കറി ഒരു റീല്. പിന്നെ ഞാൻ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കുന്നതും ഇപ്പം ചിന്നുവിനും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ മുട്ടത്തോരനാണ്.
കേട്ടിട്ടുണ്ടോ? ആ മുട്ടത്തോരൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ എന്താ അതിന് വേറൊരു മുട്ട ചെക്ക് ചെയ്ത് ചിക്ക് ചെയ്ത് ഞാൻ അതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇടും. ഓ ഓ അപ്പം ഭയങ്കര രസമാണ്. അപ്പം അതായത് നമ്മുടെ എണ്ണ ചൂടാക്കുക, നമ്മുടെ ബേസിക് ആയിട്ടുള്ള കടുക് വേണമെങ്കിൽ ഇടാം. കടുക് ഞാൻ ഇടാറില്ല, യൂഷ്വലി മുട്ടയിൽ ഇടാറില്ല. നമ്മൾ ചെറിയ ഉള്ളി കേട്ടോ ഞാൻ മിക്കുള്ളും യൂസ് ചെയ്യുന്ന സാധനം. കാരണം ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. കുഞ്ഞനാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് സവാളനേക്കാളും ചെറിയ ഉള്ളി എന്നാണ് എൻ്റെ വിശ്വാസമാണ്. അങ്ങനെയാണ്. അപ്പോൾ ചെറിയ ഉള്ളി പച്ചമുളക് ഇടുന്നു, നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കുന്നു, തേങ്ങ ഇടുന്നു. ചെറിയ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് ആ ചെറിയ തേങ്ങയും ഇതും ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടിട്ട് ഒരു അല്പം മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മുട്ട ചിക്കനേക്കാളും തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. വേറൊന്നും വേണ്ടി വരത്തില്ല. ഈ ചോറും മുട്ട ചിക്കനും ഈ പറഞ്ഞ മുട്ടത്തോരനും മാത്രം മതി, ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. 1 രൂപയുടെ നമ്മുടെ മറ്റച്ചാർ അറിയാമോ, പാക്കറ്റ് അച്ചാർ 1 രൂപ, അതൊരു വലിയ കഴിക്കുക, ഈ ചോറ് കഴിക്കുക, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ട്രൈ ചെയ്ത് ചോറും വെള്ളച്ചോറായിരിക്കണേ, ഏതാ നമ്മുടെ ബസ്മതി വെള്ളച്ചോറല്ല, നമ്മുടെ ഉണ്ട വെള്ളച്ചോറ്. യെസ്, അത് മട്ട വെള്ളയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വേറെ ഒന്നും വേണ്ട, ഈ പറഞ്ഞ പോലെ ഇത് മാത്രം മതി, സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ഇതാണ്. തേങ്ങ ഇട്ട് നോക്കി, തേങ്ങ ഇട്ടിട്ടില്ലല്ലോ, ഒരിക്കൽ തേങ്ങ ഇട്ട് നോക്കി ഒന്ന് ബ്രൗൺ ആക്കിയിട്ട് അതിൻ്റെ കൂടെ മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഗംഭീരമായിരിക്കും. ട്രിവാൻഡ്രത്തിന്റെ ഒരു വ്ളോഗിനകത്ത് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള പല വഴികൾക്കും എൻ്റെ ജീവിതത്തിൽ പല കഥകളും അതിലൊരു കഥ പറയാം. അതിൻ്റെ ഒരു ഞാൻ പറയാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചു, പക്ഷേ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാനത് എന്താ പറയുക, ഏറ്റവും രസമുള്ള കഥ എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ പറഞ്ഞല്ലോ. അച്ഛൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന സ്വന്തം കാര്യങ്ങളാണ് അച്ഛൻ എപ്പോഴും. എനിക്ക് തോന്നുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള അച്ഛനെ തന്നെയായിരിക്കും. ഞാനും അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും ഞാനാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ പറഞ്ഞ പോലെ ചിന്നുവാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെ തന്നെയാണ്. വിഷ്ണുവിന് ഞാനങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് തന്നെയാണ് ഇഷ്ടം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തന്നെയാണ്. എൻ്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അച്ഛൻ്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അമ്മയും ഞാനും ഒക്കെ. പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരങ്ങളിൽ നടക്കാൻ കൊണ്ടുപോകും. അച്ഛന് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. അച്ഛൻ സൈക്കിൾ ഓടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ അറിയത്തില്ല, അച്ഛൻ അതിനോട് താല്പര്യമില്ല. അച്ഛൻ എവിടെയാണെങ്കിലും നടന്നു ഈസി ആയിട്ട്. അച്ഛൻ എങ്ങനെ പോലും അച്ഛൻ ഒരു ദിവസം ഒരു 10-15 കിലോമീറ്റർ എങ്ങനെ പോലും അച്ഛൻ നടക്കും. അച്ഛന് ഹൈ ഡയബറ്റിക് ആയിട്ട് പോലും അച്ഛൻ ഒരുപാട് നാളും ഈ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലാതെ പോയത് ഈ നടത്തത്തിൻ്റെ ആയവാനാണ് സാധ്യത കേട്ടോ. വൈകുന്നേരം ഇറങ്ങി പത്മനാഭസ്വാമി വഴി. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം ഇത്രയും സെക്യൂർഡൊന്നും അല്ല, നമ്മുടെ ഈ നിലവറകളൊന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അച്ഛന് വളരെ ഈസിയാണ്. നമുക്ക് കുറേ ഊടുവഴികളുണ്ട്, ഇപ്പോഴും അറിയാം, പക്ഷേ ഇപ്പോഴൊന്നും അവിടെ വഴി കയറ്റി വിടത്തില്ല, മൊത്തം സെക്യൂരിറ്റീസാണ്. അപ്പോൾ അച്ഛൻ ഈ ഇറക്കം ഈ വൈകുന്നേരം നടന്ന് ചെമ്പകശ്ശേരിയിൽ നിന്നും പടിഞ്ഞാറക്കോട്ട വഴി നേരെ അവിടുത്തെ ഇടവഴി കൂടെ പത്മനാഭൻ്റെ പടിഞ്ഞാറേ നട വഴി നേരെ വടക്കേ നടയിൽ പോവും. വടക്കേ നടയിൽ നിന്ന് കിഴക്കിൽ പോയിട്ട് അവിടെ ഒരു ഗണപതി അമ്പലമുണ്ട്. അവിടെ ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ ഉണ്ണിയപ്പം കിട്ടും. അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഉണ്ണിയപ്പം മേടിച്ചിട്ട്. ഇതിനെല്ലാം ഞാനും കൂടെ ഉണ്ട് കേട്ടോ, വല്ലപ്പോഴും എന്നെയും കൊണ്ടുപോകും. അപ്പം എനിക്ക് ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നടന്ന് ഞാൻ ആ പറഞ്ഞ കിഴക്കേ നടയുടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഈ വഴികൾക്കെല്ലാം ഒരുപാട് ഓർമ്മകളുണ്ടെന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പം അച്ഛനെ അവിടെ വഴി കൊണ്ടുപോയിട്ട് ഓർമ്മയുള്ളൊരു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹൈഡ്രജൻ ബലൂണില്ലേ, ഇതിനിടയിൽ കുറേ കോമഡികളുണ്ട്. അവിടെ ആ വഴി കാണിക്കുമ്പോൾ ഒരു ബാർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണുന്നുണ്ട്. താഴെ കുറേ കമൻസ് വന്നിട്ട്, ചേട്ടാ ഒരു ബാറല്ലേ ആ കടന്നു പോയെന്ന് പറഞ്ഞിട്ട്. ഈ ബാറിൻ്റെ അവിടെ പണ്ട് ചിൽഡ് ബിയർ എന്ന് എഴുതിയിരിക്കും. ഞാൻ കുഞ്ഞാണല്ലോ, അപ്പം എൻ്റെ മനസ്സിൽ ഇത് ചൈൽഡ് ബിയറാണ്. ഞാൻ കുഞ്ഞാണ്, അതായത് സ്കൂളിൽ എന്തോ പഠിക്കും, 3-4 ക്ലാസ്സിൽ എന്തോ പഠിക്കും. എന്ന് ഞാൻ വാശി പിടിക്കും ചൈൽഡ് ബിയർ വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് അപ്പം അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകത്തില്ല, അറിയില്ല ആ വാശി. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ടുപോയിട്ടോ, അച്ഛൻ കൊണ്ടുപോയി. അച്ഛൻ ഒരു ബിയർ മേടിച്ചു. അച്ഛൻ ഒരു ബിയർ മേടിച്ചിട്ട് പറഞ്ഞ പോലെ ചെറിയ മറ്റേ നമ്മളെ അടപ്പിലൊഴിച്ച് തരും പോലെ ഒരു ഗ്ലാസിൻ്റെ ഇത്രയും. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബിയർ, അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ലായിരിക്കും, അന്നാണ് ആദ്യം. കാരണം ഈ നിർബന്ധം സഹിക്കാൻ വയ്യാത്ത തല തെറിച്ച ചെക്കനായിരുന്നു ഞാൻ. ഈ വാശിയുണ്ടല്ലോ, അച്ഛൻ ഭയങ്കര ശാന്തമായ ആളാണ്. അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മാത്രമേ അച്ഛൻ ചൂടായി ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മയുടെ അടുത്ത് മാത്രമേ ഞാൻ ചൂടായി കണ്ടിട്ടുള്ളൂ, വേറെ ആരുടെ അച്ഛൻ ചൂടായി കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ശാന്തമായ ഒരു മനുഷ്യനാണ്. ഒന്നാമത് സാറും കൂടെ ആയിരുന്നു, ടീച്ചറായിരുന്നു പുള്ളി. അങ്ങനെ ഒരു ചെറിയ ബിയർ മേടിച്ചു തന്നത് ആ ബാറിൻ്റെ അവിടെ വെച്ചിട്ടാണ്, ചൈൽഡ് ബിയർ, ഒരു പൊടിക്ക്. എന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടല്ലോ വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന നിർബന്ധം പിടിച്ച അച്ഛൻ ഒരു ഹൈഡ്രജൻ ബലൂൺ മേടിച്ചത്. ആ വഴിയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ആ വഴിയിൽ നടന്ന ഒരു കഥ മാത്രമാണ്. അങ്ങനെ ഈ ഹൈഡ്രജൻ ബലൂണും ഒരു ചൈൽഡ് ബിയറൊക്കെ കുടിച്ചിട്ട് ഞാനിങ്ങനെ പോവാ. കിക്കൊന്നും ആയില്ല, ഒരു പൊടിക്കാന്ന്. അച്ഛൻ കിക്കായെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഈ ഹൈഡ്രജൻ ബലൂൺ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ കൗതുകം ലേശം കൂടുതലാണല്ലോ, വിട്ടാൽ പോവോ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് വിട്ടു. ഇത് പോയി. അന്ന് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, എനിക്കൊന്ന് രാജധാനിയുടെ ആണ്. രാജധാനി ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിലുള്ളൊരു തെങ്ങിൽ ഇത് കുരുങ്ങി നിൽക്കുകയാണ്.
അങ്ങനെ തിരിഞ്ഞ് അച്ഛൻ വേറൊന്നും മേടിച്ചിടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ചങ്ങായി പോയി. ഇവർ മറ്റേ ഇതിൽ തോളി കൊണ്ടുവരുന്നതാണല്ലോ വിഷ്ണു, അവർ നടന്നങ്ങ് പോകുമല്ലോ. അങ്ങനെ അച്ഛനും ഞാനും കൂടെ അവിടെ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ നിന്ന് പല പരിപാടികളിലൂടെയും ഹൈഡ്രജൻ ബലൂൺ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, അത് പോയി. അതാണ് ഒരു കഥ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഇന്നും മറക്കാത്ത, എനിക്ക് തോന്നുന്നു ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും മാക്സിമം, പക്ഷെ ഇന്നും മറക്കാതെ ഞാൻ അത് ഓർത്തിരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അന്ന് അച്ഛൻ ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെതായ തോട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എന്നെ അമ്മ എപ്പോഴും പറയും, എന്നെ മാത്രമേ എല്ലായിടത്തും കൊണ്ടുപോകാറുള്ളൂ. എന്നെ സിനിമ കാണാൻ പഠിപ്പിച്ചതുപോലെ അച്ഛനാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 3 സിനിമയൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരുമിച്ച്, ഒറ്റ സ്ട്രെച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ പോയിട്ട് ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന ആളാണ്. പത്മനാഭയാണ് അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിയേറ്റർ. പത്മനാഭ തിയേറ്റർ അറിയോ? കിഴക്കേക്കോട്ടയുടെ അവിടെ ഉള്ള പത്മനാഭയെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 3 സിനിമ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 3 അല്ലെങ്കിൽ 2 എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്, അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. അച്ഛൻ ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന, അതും ഭയങ്കര ലാവിഷല്ല, എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് സിനിമ കാണുന്ന ഒരാളാണ്. ഇമോഷൻ വന്നാൽ കരയും, വില്ലൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, മറ്റേ സാധനമില്ല അടിക്കിടാവനെ എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കും. അച്ഛനൊക്കെ കരഞ്ഞ് ഒരുപാടുണ്ട്. അച്ഛൻ ഇരുന്ന് കരയും. ഈ ടി വിയിലൊക്കെ പടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട് അച്ഛൻ ഇങ്ങനെ ഏങ്ങി കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇമോഷണൽ പടമാണെങ്കിൽ അങ്ങനെ ഫ്രീ ആയിട്ട് സിനിമ കാണുന്ന ആൾക്കാരൊന്നും ഇപ്പം കാണാൻ കിട്ടാറില്ല. ഇൻവോൾവ്മെന്റോടുകൂടിയും അത്രയും ഇമോഷൻ, എന്താ പറയാ, ലൈക്ക് മനസ്സിലാക്കി സിനിമ കാണുന്നവരെ ഇപ്പം കാണാറില്ല. അച്ഛൻ പക്ഷേ ഭയങ്കരമായിരുന്നു. ഈ പറഞ്ഞ പോലെ അമ്മയൊക്കെ ഇരുന്ന് കളിയാക്കും, ഇതേ കരയാന്ന് പറയാം, ഇങ്ങനെ ഒഴുകും ഇങ്ങനെ. അങ്ങനെ അച്ഛനായിരുന്നു എന്നെ സിനിമ കാണാൻ പഠിപ്പിച്ചത്. അച്ഛൻ ഭയങ്കര നാടക നടനൊക്കെ ആയിരുന്നു MG കോളേജിൽ. ലാലേട്ടൻ്റെ സീനിയറായിരുന്നു. ലാലേട്ടനായിട്ടൊക്കെ ഒരു കഥകളൊക്കെ ഉണ്ട് അച്ഛൻ പറഞ്ഞു തന്ന കുറച്ച് കഥകളൊക്കെ ഉണ്ട് രസമുള്ള. അങ്ങനെയാണ് അച്ഛൻ അതായിരുന്നു. അപ്പം ആ വഴികൾക്ക് ഒരുപാട് ഓർമ്മയുണ്ട്. പിന്നെ അമ്മയുടെ കൂടെ ഒരുപാട് തവണ എന്നെ ഓഫീസിൽ കൊണ്ടുപോകുക. ഞാൻ കുഞ്ഞാണല്ലോ, അപ്പം രാവിലെ എനിക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അമ്മ ഓഫീസിൽ കൊണ്ടുപോകും. ആ വഴിയാണ് നടന്നു പോകുന്നത്. അപ്പം അന്ന് അവിടെ റോസ് മിൽക്ക് കിട്ടും. എനിക്ക് കണ്ണടയ്ക്കുമ്പോഴേ വിഷ്വൽ കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഇത്ര, എന്താ പറയുക, ഇപ്പം വിഷ്ണു റാൻഡമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് മെമ്മറി ഇരിക്കുന്നുണ്ട്. ഫുഡുമായിട്ട് അസോസിയേറ്റ് ഫുഡും മണവുമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഹെഡ് ഓഫ് പ്രോഗ്രാം ആയിട്ടുള്ള സുമേഷ് ഏട്ടനെ കണ്ടപ്പോ അദ്ദേഹം സിനിമ കണ്ടപ്പോ ഞാൻ പുറത്തുനിന്ന് പോയി ലേസ് മേടിച്ച്, പച്ച ലേസ് മേടിച്ച്, ഈ ഫുഡായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മണമാണ് ഞാൻ എല്ലാത്തിലും അസോസിയേറ്റ് ചെയ്യുന്നതാണ്. മണം എനിക്ക് ഇപ്പോഴും കണ്ണടച്ച് കഴിഞ്ഞാൽ എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ മണം എനിക്ക് കിട്ടാറുണ്ട്. അമ്മേനെ മിസ് ചെയ്യുന്ന സമയത്ത് അമ്മയെ കിട്ടാറുണ്ട്. ചിന്നൂനെ എനിക്ക് എല്ലാവരെയും എനിക്കൊന്ന് മണവും ഫുഡും വെച്ചിട്ടാണ് മിക്കപ്പോഴും കണക്ട് ആകാറുള്ളത്. അച്ഛൻ്റെ ഞാൻ പറഞ്ഞല്ലേ, അച്ഛൻ്റെതും ചിൽഡ് ബിയർ ഉണ്ടായാലും അച്ഛൻ്റെ കൂടെ നമ്മുടെ ഈ ഈസ്റ്റ് കോട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല, അതിൻ്റെ പേരും എനിക്ക് അറിയത്തില്ല. നമ്മൾ പണ്ട് മസാല കടല എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കടലയില്ലേ, കടലയും ക്യാരറ്റ്, മുളക് പൊടി എല്ലാം കൂടെ. അച്ഛൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അച്ഛൻ്റെ അതും മൈസൂർ പാക്കുമാണ്. ഒരു തമ്പാനൂരിൻ്റെ ഒരു കടയുണ്ട്, അവിടെ മൈസൂർ പാക്ക് കിട്ടും. അത് മേടിച്ചു തരും. ഈ പറഞ്ഞ കടല ഇതും ചവച്ച് വെച്ചാണ് ഞങ്ങൾ തിരിച്ച് നടക്കുന്നത്. പപ്പനാവനെ ഒന്ന് കറങ്ങി പപ്പനാവനെ മൊത്തത്തിൽ കണ്ട്, പപ്പനാവൻ്റെ ഇടവഴി, ഞാൻ പറഞ്ഞില്ല, ഇടവഴികളിലൂടെയൊക്കെ ഈ കടലയിൽ നിന്ന് വെച്ചിട്ട് ഞാനും കൂടെ ഇങ്ങനെ വളാന്ന് നടക്കും. അതെല്ലാവരും ഫുഡായിട്ട് ഭയങ്കരമായിട്ട്. അപ്പം അമ്മ റോസ് മിൽക്ക് മേടിച്ചു തരും. ഞാൻ പറഞ്ഞ പോലെ ആസാദി കൊണ്ടുപോയിട്ട് സാലറി കിട്ടുമ്പോൾ ബിരിയാണി വാങ്ങിച്ചു തരുമെന്ന്. ഫുഡായിട്ട് പെട്ടെന്ന് കണക്റ്റാകുന്നുണ്ട്. ശരിയാണ്, വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. ശരിയാണ്. വാട്ടർ അതോറിറ്റിയിലാണ് അമ്മ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അമ്മ 50 രൂപ തരും. 50 രൂപ തന്നു കഴിഞ്ഞാൽ നേരെ മാനവീയം വീതിയിൽ പോയിട്ട് ഒരു ചായയും ചെറിയൊരു ഷർട്ടും വലിച്ചിട്ട്, അമ്മയ്ക്ക് അറിയാം അമ്മ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ മനസ്സിൽ നെഞ്ചത്തടിച്ച് പ്രായം നീ ഷർട്ട് വലിച്ചോ. ശരിയാ. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.